എല്ലാവർക്കും ലൈഫ് ഓഫ് കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസിനെ കുറിച്ചാണ്. ഗ്യാസ് ലോസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്യാസിൻ്റെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പം വോളിയം, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയാണ് ഗ്യാസിൻ്റെ വോളിയം. ദറ്റ് ഈസ് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എ ഗ്യാസ്. The volume of a gas is the volume of the container which it occupies. കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയാണ് ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ വോളിയം. ഇനി അടുത്തത് പ്രഷർ. എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? ഇപ്പം നമുക്കറിയാം, ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അകത്തെ ഈ ഗ്യാസ് മോളിക്യൂൾസ് അതിന് ഹൈലി എനർജി കൂടുതലല്ലേ, അതെപ്പോഴും അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ is equal to total force exerted on the surface by surface area. അതാണ് പ്രഷർ. ഇനി അടുത്തത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇത് വെച്ചിട്ടാണ് ഗ്യാസ് ലോസ് വരുന്നത്. അതിൽ ആദ്യത്തെ ലോയാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ബോയിൽസ് ലോ റിലേറ്റ് ചെയ്യുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. പ്രഷർ വോളിയം റിലേഷനാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് ബോയിൽസ് ലോ പറയുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് വോളിയവും പ്രഷറും. അതായത് വോളിയം കുറഞ്ഞു നിന്നാൽ പ്രഷർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വോളിയം കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കുകയും ചെയ്യും. അതായത് പ്രഷർ പിയും വോളിയം വിയും ആണെങ്കിൽ പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. അതായത് ബോയിൽസ് ലോ പറയുന്നത് എന്താണ്? വോളിയം വിച്ച് ഈസ് വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/p എന്ന് പറയും. അപ്പോൾ ഈ പ്രപ്പോർഷണൽ സൈൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യും? വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p എന്ന് വരും. എന്നിട്ട് അപ്പോൾ ഈ പി ഈക്വൽ ടു സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.